പോലീസിന് വലിയ പണിയൊന്നുമില്ല, വേണ്ട. പക്ഷെ ചെക്ക് പോസ്റ്റ് കടന്ന് നമ്മുടെ അതിർത്തിയിലൂടെ വരുന്ന വണ്ടികളിൽ വല്ല കള്ളക്കടത്തും കണ്ടെത്തിയാൽ ഒരു എസ്ഐയുടെ അധികാര പരിധി വെച്ച് എനിക്ക് കേസ് എടുക്കാമല്ലോ സർ. യെസ്, താങ്ക് യു സർ. കയ്യിൽ ഒതുങ്ങോടാ, ചേട്ടൻ പോയി കൊടുത്തു. പോലീസിനെ കിടന്ന് വഴി മാറിപ്പോയത് സാർ. ഈ സാർ കൈമടക്ക് ചോദിക്കുന്നത് പേടിച്ചാ. എന്താണ് വണ്ടിയില്? കോഴിയാ സാർ, നല്ല വൈറ്റിലതൻ കോഴി. ആ കോഴിയൊക്കെ വലിച്ച് പുറത്തേക്ക് ചെക്ക് ചെയ്യണോ സാർ? അവരോട് പോയി കയറി പറയാം സാർ. സാർ അതിനകത്ത് ഒന്നുമില്ല സാർ, ഞാൻ പറഞ്ഞത് വിശ്വസിക്കും സാർ. അതിനകത്ത് ഒന്നുമില്ല സാർ. പിന്നെ എന്തിനാണ് നീ ചെക്ക് പോസ്റ്റിൽ കാശ് കൊടുത്തത്? സാർ ഞാൻ RC ബുക്ക് എടുക്കാൻ മറന്നുപോയി, അതുകൊണ്ടാ സാർ. അതിന് 1000 നോട്ട് കൊടുക്കണം സാർ. എന്താണോ? എല്ലാം ചെക്ക് ചെയ്തു, ഇതിൽ കോഴി അല്ലാതെ വേറെ ഒന്നുമില്ല സാർ. നിന്നെയൊക്കെ തെളിവ് സത് എന്തെങ്കിലും എന്റെ കിട്ടും. നിർത്തോ. എന്താ സാർ? പോവാൻ വരട്ടെ. പിടിക്കണവനെ. സാർ എനിക്കൊന്നും സത്യമായിട്ട് എനിക്കൊന്നും അറിയില്ല സാർ. എനിക്കറിയില്ല സാർ. ആരുടെയാടാ ലോഡ്? പറയടാ. പറയില്ല സാറേ. ഇവറ്റകളെ തല്ലിക്കൊന്നാല് സത്യം പറയില്ല സാറേ, അതാ വർഗം. താനാരാ? ചാണ്ടിച്ചനാ പേര്. നാട്ടുകാരെന്നെ ഭായിന്ന് വിളിക്കും. ഓ, നിങ്ങളാണല്ലേ ബായ്. ആ, ഇവന്മാര് സത്യം പറയില്ലെന്ന് തനിക്കെങ്ങനെ അറിയാം? ഈ പണിക്ക് വിശ്വസ്തന്മാരെ അല്ലേ സാറേ ഏൽപ്പിക്കുക. പാവങ്ങൾക്ക് അതിന്റെ സീരിയസ്നെസ് അറിയാൻ മേലാണ്ട് ചെയ്തു പോയതാ. വിട്ടേക്ക്. തന്റെ ലോറിയുടെ ഡ്രൈവറും കിളിയാണോ അവര്? ഏയ്. തന്റെ ലോഡാണോ അവര് കടത്തിയത്? ഏയ്. പിന്നെ തന്റെ അളിയന്മാരാണോ അവര്? എന്നോട് ആരും ഇത്ര റഫായിട്ട് ഡീൽ ചെയ്യാറില്ല. നമുക്ക് 1 2 3 ഇടപാടാ. വളച്ചുകെട്ടില്ലാതെ ചോദിക്കുക, മോൻ എത്രയാ വേണ്ടേ എന്ന് വെച്ചാ? മോൻ ഇരിക്കേ, ഭായി പറയട്ടെ. തന്നോടാരാ ഇരിക്കാൻ പറഞ്ഞത്? സർക്കാർ പോലീസ് സ്റ്റേഷനിൽ കസേര വാങ്ങിച്ചിട്ടിരിക്കുന്നത് അതിഥികൾക്ക് ഇരിക്കാനല്ലേ സാറേ? ഇരുന്നാട്ടെ. എഴുന്നേക്കടോ. ഇവരുമായിട്ടുള്ള ബന്ധം നിന്നെ കൊണ്ട് പറയിക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. സാർ, ഇവന്റെ ലോറി ലോഡുമാ പിടിച്ചെടുത്തത്. RC പരിശോധിച്ചപ്പോ വണ്ടി ഇവന്റെ പേരിലാണ്. കുറ്റം സമ്മതിച്ചിട്ടുണ്ട് സാർ. ഇവൻ എന്റെ ബിനാമിയാ. ലോറിയും ലോഡും എന്റേതാ എന്ന് വെച്ച് നിനക്ക് എന്നെ ഒരു പുല്ലും ചെയ്യാൻ പറ്റില്ല. നീ ഇൻസ്പെക്ടർ ആയിട്ടല്ലേ ഉള്ളൂ. തുടക്കത്തിന്റെ ആവേശമൊക്കെ കൊള്ളാം. ഇതുപോലെ ചോരത്തിളപ്പുള്ള ഒരുപാട് SI-മാരെ ഈ ഭായി കണ്ടിട്ടുണ്ട്, നേരിട്ടിട്ടുണ്ട്. വരട്ടെ. പിന്നെ മേടിച്ച് തിരിച്ചു കൊടുക്കുന്ന സ്വഭാവം ഈ ഭായിക്കുണ്ട്. യവന്മാരെ പിടിച്ച് ലോക്കപ്പ് ഇടോ. നാളെ കോടതിയിൽ ഹാജരാക്കിയാൽ മതി. സൂക്ഷിക്കണം സാർ. ഈ ഭായിയെയും അയാളുടെ കൂട്ടാളി പരമശിവത്തെയും. എന്താ അവർക്ക് ഗുണ്ടായിസുണ്ടോ? ഉണ്ട് സാർ. എന്നിട്ട് അവരുടെ പേരിൽ ഈ സ്റ്റേഷനിൽ ഒരു കേസ് പോലും രജിസ്റ്റർ ചെയ്തില്ലല്ലോ. അത് സാധാരണക്കാരോടുള്ള അവരുടെ പെരുമാറ്റവും സ്വാധീനവും. ഒന്നിനും ആരും സാക്ഷി പറയില്ല, കംപ്ലൈന്റും ചെയ്യില്ല സാർ. ടാങ്കൊക്കെ ക്ലീൻ ചെയ്തിട്ടല്ലേ നിറച്ചത്? അതെ. അളവ് കുറഞ്ഞോ? കുറവൊന്നുമില്ല. ഹലോ പരമശിവം, എന്താടാ? ഒരു കത്ത് വന്നിട്ടുണ്ട് വീട്ടിൽ നിന്നാ, വയ ദുബായ്. നോക്കട്ടെ.
എന്തു പറ്റി? എന്താ ഭായി ഇത്? നമ്മുടെ 47-64 ലോറി പോലീസ് പിടിച്ചു. കേസ് ഒഴിവാക്കാൻ ചെന്ന എന്നെ ആ SI ഗോപാലിനെ ചെയ്യോ? ഗോപാലനല്ല, ഒരു പുതിയ പയ്യൻ ചാർജ് എടുത്തിട്ടുണ്ട്. ഇങ്ങനൊരു അനുഭവം എൻ്റെ ജീവിതത്തിൽ ആദ്യമാണ്. ശിവ, ഈ ഭായി ആരാണെന്ന് അവനെ ഒന്ന് അറിയിച്ചു കൊടുക്കണം. അവൻ ഏത് ഉടയതമ്പരന്റെ മോനായാലും ശരി, ബാഹ്യത്തല്ല അവന്റെ കൈയിന് പൊങ്ങില്ല. വാച്ചേ. ഏയ്, ഈ നിസ്സാര കേസിന് ശിവൻ വരണ്ട, അത് ഞാൻ കൈകാര്യം ചെയ്തോളാം. ശിവ, അവനെ അങ്ങ് തട്ടിക്കട്ടെ. വേണ്ട, അവൻ ആശുപത്രി കിടക്കുമ്പോ ബായിക്ക് പോയി കാണണം അവനെ. അല്ല ബായ്, ബായ് ഗസ്റ്റ് ഹൗസിലേക്ക് വെക്കോ, പോയി റെസ്റ്റ് എടുക്ക, ഞങ്ങൾ വന്നോളാം. വണ്ടി എടുത്തോളാം. എന്താണ് വിശേഷം? അനിയന്റെ കഥ, അവന് വാളയാർ സ്റ്റേഷനിൽ പോസ്റ്റിംഗ് ആയിരുന്നു. വാളയാറാ? അപ്പൊ അവിടുത്തെ പുതിയ SI നിന്റെ അനിയൻ തന്നെ. അവന്റെ കൈയും കാലം തല്ലി പിടിക്കാനാ നീ ആളെ വിട്ടത്. ഉണ്ണി. ഇറങ്ങല്ലേ? എന്താ? നമ്മളിപ്പോ ദുബായിലല്ലേ? ഇനിയിപ്പോ നമ്മൾ എന്താ ചെയ്യാ? ജാതകത്തിൽ ഇപ്പൊ തല്ലുകൊള്ളാനാണ് യോഗമെങ്കിൽ കൊണ്ടേ പറ്റൂ. എടാ, അവൻ എന്റെ അനിയൻ തന്നെയാ. ഇനി അവന്റെ കാര്യം അവൻ നോക്കിക്കോളും. മുങ്ങിക്കോ. ബായ്. എന്തായടാ ശിവ, ആ SI തല്ലി ആശുപത്രിയിലാക്കിയോടാ? ബായ്, തല്ലാൻ പോയ ഒരു തല്ലുകൊണ്ടിട്ട് വന്നു അല്ലേ? ഇനി എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. ബായ്, ബായ്യത്തല്ലേ SI ഇല്ലേ ബായ്? അവൻ എന്റെ ബായിയാണ് ബായ്. അതെ ബായ്. ശിവ, എന്റെ ബായി എന്ന് പറഞ്ഞ ബായിയുടെയും ബായല്ലേ ബായ്? ബായി എന്നോട് ക്ഷമിക്കണ പോലെ അവനോട് ക്ഷമിക്കില്ലേ ബായ്? ക്ഷമിക്കണം, ക്ഷമിച്ചേ പറ്റുള്ളൂ ബായ്. ഇപ്പൊ ബായേക്കാളും ടെൻഷൻ എനിക്കാണെന്നേ. ഞാൻ ബായുടെ വലങ്കയ്യാന്നും ഞാനാണ് ഈ പരമശിവനെങ്ങാനും അവനെ അറിഞ്ഞടാ. നിന്റെ അനിയൻ താമസിക്കുന്ന വീടും സ്ഥലം ഒക്കെ ഞാൻ അറിഞ്ഞു. അയ്യോ, അവൻ ഒറ്റക്കല്ല പോന്നേക്കണത്. നിന്റെ അമ്മ, പെങ്ങള്, കൊറേ കന്നുകാലികള്. പിന്നെ നീ കേട്ടാമണ പെണ്ണില്ലേ, അവള് വന്നിട്ടുണ്ട്. ഗോപിക്ക് സൂക്ഷിച്ച്. എന്റെ മോനെ തല്ലിയമ്മമാരുടെ തലയിൽ ഇടിത്തീ വീഴണേ ഭഗവതി. നിന്നെ മതി അമ്മേ. മിണ്ടാണ്ടിരിക്കടാ. അവന്മാരൊന്നും ഒരു കാലത്തും ഗതി പിടിക്കില്ല. നശിച്ച് നാറാണക്കല്ലേ. ഇനി ഇവിടെ നിന്ന് ഇതിലും വലുത് കേൾക്കേണ്ടി വരും. വാ മോളെ ഗോപികേ. മോളെ ഇത്തിരി ചൂടുവെള്ളം കൂടി എടുത്തോ. ദാ വരുന്നമ്മേ. മതിയടി. മോള് പോയി കിടന്നോ. ഒച്ചണ്ടാക്കല്ലേ. നോക്കണ്ട, ഇവിടെ നടക്കുന്നത് വല്ലതും അറിയണ്ടോ? വേണ്ട, ഇവിടെ ഒരു പെണ്ണ് കാത്തിരിപ്പുണ്ട്. അതന്വേഷിക്കുന്നുണ്ടോ? ഇങ്ങനെ ഒരു ഉത്തരവാദിത്തമില്ലാത്ത സാധനം. അയ്യോടാ, ഞാൻ ചുമ്മാ പറഞ്ഞതാ കേട്ടോ പക്ഷേ. നാരായണ, ഒരു ചായ. ഒരു ചായ അവിടെ കൊടുത്തേ.
അലോൺ അപ്പൊ പുറത്തിറങ്ങി ഇറങ്ങിയിട്ട് 2-3 ദിവസമായി. ജോസഫ്, നമ്മൾ തമ്മിൽ ചില കണക്കുകൾ ബാക്കിയില്ലേ? ഉണ്ടല്ലോ. അയ്യോ എന്നെ തല്ലണേ. തല്ലാവല്ലേ. അയ്യോ എന്നെ തല്ലിക്കൊല്ലാൻ പോലെ. എടാ ഹലോ, ഇവിടെ മാർക്കറ്റിൽ ഭയങ്കര അടി കിടക്കുക. എടാ പോലീസ്. വണ്ടി എടുത്ത് മാറ്റിക്കോ. കുറച്ചു എന്താണോ? എന്താ പ്രശ്നം? ഇൻസ്പെക്ടർ, പരമശിവനെ കുത്തിയത്. ഇതുവഴി ചാടിക്കോ. എന്താ ശിവ? ബായ്, എന്റെ പിന്നാലെ പോലീസുണ്ട്. ആരെന്താ ചോദിച്ചാൽ എന്നെ അറിയില്ല, കണ്ടിട്ടില്ല. എന്താ ഇൻസ്പെക്ടർ സാറേ ഈ വഴിയൊക്കെ?